2011 കൊക്കക്കോള വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ്. കഴിഞ്ഞ 10 വർഷത്തെ അവരുടെ സെയിൽസിന്റെ ഗ്രാഫ് എടുത്ത് നോക്കുമ്പോൾ അത് താഴേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിന്റെ ഒരു പ്രധാന കാരണം അവർ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. യുവാക്കൾക്ക് കൊക്കക്കോള എന്ന ബ്രാൻഡിനോടുള്ള താല്പര്യം വളരെയധികം കുറഞ്ഞു വരുന്നു. അവർ കൊക്കക്കോളയെ പ്രായമായവരുടെ ഒരു ബ്രാൻഡായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. അവർക്ക് കൊക്കക്കോള എന്ന ബ്രാൻഡുമായി ഒട്ടും തന്നെ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതേസമയം കൊക്കക്കോളയ്ക്കാണെങ്കിലോ ഇതിന് ഒരു പ്രതിവിധി കണ്ടെത്തിയേ മതിയാവുകയുള്ളായിരുന്നു. ഹലോ, മൈ നെയിം ഈസ് അഖിൽ ആൻഡ് വെൽക്കം ടു ദ ട്രൈബ്. അപ്പോൾ കൊക്കക്കോള എങ്ങനെയാണ് ഈ ഒരു പ്രതിസന്ധിയെ മറികടന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അതിന് അവർ ആദ്യം തന്നെ യുവാക്കളുടെ സ്വഭാവം പഠിക്കാനായി ശ്രമിച്ചു. അവർ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ടൈം സ്പെൻഡ് ചെയ്തിരുന്ന, ട്രെൻഡുകളെ നല്ല രീതിയിൽ ആഘോഷിച്ചിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. ഇത് മനസ്സിലാക്കിയ കൊക്കക്കോള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയാണ്. അവര് ഒരു ആഡ് ക്യാമ്പയിൻ ഡിസൈൻ ചെയ്യുന്നു. ഈ ആഡ് ക്യാമ്പയിനിലൂടെ അവർ ലക്ഷ്യം വെച്ചത് 2 കാര്യങ്ങളാണ്. ഒന്ന്, യുവാക്കളെ കൊക്കക്കോള എന്ന ബ്രാൻഡിലേക്ക് കൂടുതൽ അടുപ്പിക്കുക. 2, കുറഞ്ഞുകൊണ്ടിരുന്ന അവരുടെ സെയിൽസ് കൂട്ടുക. ഇതിനായി അവർ പ്ലാൻ ചെയ്ത ക്യാമ്പയിനിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിരുന്നു. കൊക്കക്കോളയുടെ ബോട്ടിലിൽ നിന്നും കൊക്കക്കോളയുടെ ലോഗോ എടുത്തു മാറ്റുക. അതിന് പകരം ഏറ്റവും കോമൺ ആയ 150ഓളം പേരുകൾ കൊക്കക്കോളയുടെ ബോട്ടിലുകളിൽ പ്രിന്റ് ചെയ്യുക. പക്ഷേ ഈ ഒരു ക്യാമ്പയിൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ അവരുടെ മുമ്പിൽ വലിയൊരു കടമ്പ തന്നെ ഉണ്ടായിരുന്നു. കാരണം കൊക്കക്കോള ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ഒരു മാസ് പ്രൊഡക്ഷൻ രീതിയാണ്. ലക്ഷക്കണക്കിന് ബോട്ടിലുകൾ ഒരേ സമയം നിർമ്മിച്ചുകൊണ്ടിരുന്ന ഒരു മാസ് പ്രൊഡക്ഷൻ രീതി. ഇവർ പ്ലാൻ ചെയ്തതുപോലെ 150ഓളം പേരുകൾ വ്യത്യസ്തമായ ബോട്ടിലുകളിൽ പ്രിന്റ് ചെയ്യണമായിരുന്നെങ്കിൽ അവരുടെ ഫുൾ സിസ്റ്റത്തിനെ മാറ്റിമറിക്കണമായിരുന്നു. അത് വലിയൊരു റിസ്ക് ആയിരുന്നു. എന്നിട്ടും കൊക്കക്കോള ആ റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു. കാരണം അവര് ഈ ക്യാമ്പയിന്റെ ഐഡിയയിൽ വല്ലാതെ വിശ്വസിച്ചു. ഒരാളുടെ പേര് എന്ന് പറയുന്നത് അയാളുടെ ഐഡന്റിറ്റി തന്നെയാണ്. ആ ഐഡന്റിറ്റി ഒരു ഗ്ലോബൽ ബ്രാൻഡിന്റെ ബോട്ടിലിൽ കാണുമ്പോൾ ഏതൊരു മനുഷ്യനും അത് വാങ്ങും, അല്ലെങ്കിൽ അതൊന്ന് എടുത്തു നോക്കും എന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ കൊക്കക്കോള ഈ ക്യാമ്പയിന്റെ ആദ്യ പതിപ്പ് ഓസ്ട്രേലിയയിൽ ലോഞ്ച് ചെയ്യുകയാണ്. അവിടെ ഇത് വലിയൊരു സക്സസ് ആയി മാറുന്നു. ഓസ്ട്രേലിയയിലെ തന്നെ ഏറ്റവും കോമൺ ആയ ഏതാണ്ട് 150ഓളം പേരുകളാണ് അവർ ഓരോ ബോട്ടിലും അടിച്ചിറക്കിയത്. എന്ന് പറയുമ്പോൾ ഓസ്ട്രേലിയൻ പോപ്പുലേഷന്റെ ഏതാണ്ട് 42% ആളുകളുടെ പേരും അവർ കവർ ചെയ്തിരുന്നു. ഇതുകൂടാതെ ഓസ്ട്രേലിയയിൽ പല സ്ഥലങ്ങളിലായി അവർ 18ഓളം കിയോസ്കുകളും സ്ഥാപിച്ചു. ഈ കിയോസ്കുകൾ സന്ദർശിക്കുന്നവർക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് അവരുടെ പേരുകൾ കോക്കിന്റെ ബോട്ടിലിൽ പ്രിന്റ് ചെയ്തെടുക്കാമായിരുന്നു. പല ആളുകളും സ്വന്തം പേരുള്ള ബോട്ടിലുകൾ വാങ്ങി. അതുപോലെ തന്നെ അവരുടെ പ്രിയപ്പെട്ടവരുടെ പേരുള്ള ബോട്ടിലുകൾ കണ്ടെത്തി അത് അവർക്ക് ഗിഫ്റ്റ് ചെയ്യാൻ ആരംഭിച്ചു. സ്വന്തം പേരുള്ള ബോട്ടിലുകൾ കാണുമ്പോൾ അവരത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇത് കോക്കിന് ഒരു ആഡായും കൂടെ മാറി. ആൻഡ് ഈ ഒരു ക്യാമ്പയിനിന്റെ റിസൾട്ടുകൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. മാസങ്ങൾക്കുള്ളിൽ തന്നെ 250 മില്യൺ ക്യാനുകളാണ് കോക്ക് ഓസ്ട്രേലിയയിൽ മാത്രം വിറ്റ് തീർത്തത്. ഇതുകൂടാതെ 10 വർഷത്തിനിടയിൽ ആദ്യമായി യുവാക്കൾക്കിടയിൽ കോക്കിന്റെ കൺസംഷനും കൂടിയതായി കണ്ടു. ഓസ്ട്രേലിയയിലെ വലിയ സക്സസിന് ശേഷം ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കും ഒക്കെ ഈ ഒരു ക്യാമ്പയിൻ എക്സ്പാൻഡ് ചെയ്യുകയാണ്. ഇത് നമ്മളുടെ ഇന്ത്യയിലേക്കും എത്തിയിരുന്നു. ഹിന്ദിയിലും തമിഴിലും ഒക്കെ പേരുകൾ പ്രിന്റ് ചെയ്ത ബോട്ടിലുകൾ കോക്ക് ഇന്ത്യയിൽ ഇറക്കിയിരുന്നു. 2012 ആയപ്പോഴത്തേക്കും, അതായത് ഈ ഒരു ക്യാമ്പയിൻ തുടങ്ങി വെറും 1 വർഷം കഴിയുമ്പോഴത്തേക്കും തന്നെ $12.5 ബില്യൺ വർധനവാണ് കോക്കിന് സെയിൽസിൽ ഉണ്ടായത്. 2014 ആയപ്പോഴത്തേക്കും ഷെയർ എ കോക്ക് ക്യാമ്പയിൻ 80ലധികം രാജ്യങ്ങളിലേക്ക് എത്തി. പല പേരുകൾ പല ഭാഷകളിലായി കോക്കിന്റെ ബോട്ടിലുകളിൽ പ്രിന്റ് ചെയ്യപ്പെട്ടു. ആളുകൾ കൊക്കക്കോളയുടെ ബോട്ടിലുകളെ ഹണ്ട് ചെയ്യാനായി ആരംഭിച്ചു. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് ഒരു കാര്യം വ്യക്തമാകും. കൊക്കക്കോള മാറ്റിയത് അവരുടെ പ്രൊഡക്റ്റോ അതിന്റെ പാക്കേജിങ്ങോ ഒന്നും ആയിരുന്നില്ല. അവർ മാറ്റിയത് ആളുകൾക്ക് അവരോടുള്ള ഫീലിങ്ങിനെ ആയിരുന്നു. അത് നല്ല രീതിയിൽ തന്നെ വർക്ക് ആവുകയും ചെയ്തു. അവരുടെ ഏറ്റവും വലിയ അഡ്വർടൈസ്മെന്റ് അവരുടെ ബോട്ടിലെ ഷെയർ എ കോക്ക് എന്ന വാക്കുകൾക്ക് കീഴിലെ ആ ചെറിയ സ്ഥലമായി മാറി. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയെ ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ ഇതുപോലുള്ള ഷോർട്ട് വീഡിയോസ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം കമന്റ്സിൽ അറിയിക്കുക. മാർക്കറ്റിംഗ് കേസ് സ്റ്റഡീസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനലിലെ മറ്റ് മാർക്കറ്റിംഗ് കേസ് സ്റ്റഡീസ് ചെക്ക്ഔട്ട് ചെയ്യുക. നിങ്ങളുടെ ബിസിനസ്സിനെ ഇഷ്ടപ്പെടുന്ന, മാർക്കറ്റിംഗ് കേസ് സ്റ്റഡീസ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. കാപ്പേഡിയോ.